കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അവയവ കച്ചവടത്തിന് പിന്നിൽ രാജ്യാന്തര റാക്കറ്റാണോ? മുഖ്യപ്രതി നജീബിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ അവയവക്കടത്തിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ടോ? ഇക്കാര്യങ്ങളിലാണ് പ്രധാനമായും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം. വ്യാജരേഖ ചമച്ച് അവയവ കച്ചവടം നടത്തിയ കേസിൽ മുഖ്യപ്രതി നജീബിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗാസിയാബാദിലാണ് നജീബ് അറസ്റ്റിലായത്. കുന്നത്തനാട് പോലീസ് നജീബിനെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിന് ശേഷം SITക്ക് കൈമാറും. നജീബിന്റെ അക്കൗണ്ടിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നതായി അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ നജീബ് സ്ഥലവും സ്വത്തും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. വിദേശത്തുള്ള ഇയാളുടെ സഹോദരനും സംശയ നിഴലിലാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട കേസിൽ പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട്. നജീബിൻ്റെ ബന്ധങ്ങൾ, സാമ്പത്തിക ഉറവിടം, എത്ര പേർ ഇവരുടെ ഇരകളായിട്ടുണ്ട്, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ അവയവ കച്ചവടം, അവയവ കടത്ത് നടത്തിയിരുന്നു, മനുഷ്യക്കടത്ത് ഉണ്ടോ, അതോടൊപ്പം ഇയാൾക്ക് വിദേശ ബന്ധമുണ്ടോ, ആരാണ് ഇയാളെ നിയന്ത്രിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണം. പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ? നജീബിനെ ഇന്ന് കുന്നത്തനാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. 5 ദിവസത്തേക്കാണ് കോലഞ്ചേരി കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. തുടർന്ന് SITക്ക് കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കോടതി 10 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. 5 ദിവസം കുന്നത്തനാട് പോലീസ് സ്റ്റേഷനിൽ നജീബിനെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് SITക്ക് കോടതിയുടെ നിർദ്ദേശത്തോടു കൂടി തന്നെ കൈമാറുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര ACP വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് നജീബിന്റെ വിദേശ ബന്ധങ്ങളടക്കം പരിശോധിക്കുക. മാത്രമല്ല, നജീബിനെ പ്രാഥമികമായി ചോദ്യം ചെയ്തതിൽ നിന്ന് മാത്രമാണ് നേരത്തെ വിദേശ ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. തമിഴ്നാട്ടിൽ വലിയ ശൃംഖലയാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വിദേശത്ത് ഇയാളുടെ സഹോദരന്റെ ഇടപാടുകൾ തുടങ്ങിയവയും പരിശോധിക്കുന്നുണ്ട്. നജീബിന്റെ സ്വത്ത് വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. 2 അക്കൗണ്ടുകൾ ഇതിനകം പരിശോധിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ 6 കോടിയിലധികം രൂപയുടെ ട്രാൻസാക്ഷൻസും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്വരൂപിച്ച പണം ഉപയോഗിച്ച് നജീബ് വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. നിരവധി ഭൂമി ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. എന്തായാലും അവയവദാനത്തിന്റെ മറവിൽ, അവയവദാനം ആണ് ഇന്ത്യയിൽ അനുവദനീയമായിട്ടുള്ളത്. ആ നിയമത്തിന്റെ മറവിലാണ് അവയവ കച്ചവടം നടത്താൻ വേണ്ടി വ്യാജരേഖകൾ ചമച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. MP-മാർ, MLA-മാർ തുടങ്ങിയ ആളുകൾ, അതുപോലെ പോലീസ് ഓഫീസേഴ്സ് തുടങ്ങിയ ആളുകളുടെ എല്ലാം വ്യാജ ലെറ്റർ പാഡുകൾ ഉണ്ടാക്കുക, വ്യാജ സീലുകൾ ഉണ്ടാക്കുക, അവർ നൽകുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ വ്യാജമായി നിർമ്മിക്കുക തുടങ്ങിയവയൊക്കെയും ഈ അവയവദാനം നൽകുന്നത് അടുത്ത ബന്ധുക്കളാണ് എന്ന് തിരിച്ചറിയാൻ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ആധാർ കാർഡുകൾ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകളൊക്കെ വ്യാജമായി നിർമ്മിക്കുന്ന സാഹചര്യത്തിലേക്ക് നജീബും കൂട്ടരും പോയിട്ടുള്ളത്. മാത്രമല്ല, ഈ നജീബിനൊപ്പം അറസ്റ്റിലായിട്ടുള്ള മറ്റാളുകൾ, അതായത് സണ്ണി വർഗീസ്, സിനി വർഗീസ്, സനോജ് തുടങ്ങിയ ആളുകളെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുന്നുണ്ട്. ഇവരെ കൂടി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ഉണ്ടാവുക. ഈ രേഖയെ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അവയവദാനവുമായി ബന്ധപ്പെട്ട് അനുമതി നൽകുന്ന അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തിയ സാഹചര്യത്തിൽ ലാബ് എന്ന് കരുതി ഒരു നമ്പറിലേക്ക് വിളിച്ചപ്പോഴാണ് ഇതിൽ ലാബല്ല, ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് ഇടപാടുകൾ നടത്തുന്ന കടയാണ് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. തുടർന്നാണ് ഇതിലേക്ക് വ്യാപകമായ ഒരു അന്വേഷണം വരുന്നത്. എന്തായാലും SIT ഈ എറണാകുളം റൂറലിലെയും അതുപോലെ സിറ്റിയിലെയും പോലീസ് ഉദ്യോഗസ്ഥർ നജീബിനെ ചോദ്യം ചെയ്യും. അതുപോലെ സിറ്റിക്ക് പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് SIT രൂപീകരിക്കുന്നു. സംസ്ഥാന വ്യാപകമായി SIT രൂപീകരിക്കുന്നതിനുള്ള നീക്കത്തിലേക്കാണ് പോലീസ്. എന്തായാലും ജില്ലയിൽ ഇപ്പോൾ നിലവിൽ ഉള്ള 15 അംഗ SIT ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപകമായി തുടരുകയാണ്. നിരവധി കേന്ദ്രങ്ങൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ഇതിന്റെ പരിശോധനകൾ മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആജ്ഞ, ഈ നജീബ് ഉൾപ്പെടുന്ന ഈ അവയവക്കടത്ത് റാക്കറ്റ് സംസ്ഥാന വ്യാപകമായി ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം നജീബ് സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നുള്ള സൂചനയുണ്ട്. മെഡിക്കൽ ടൂറിസത്തിൻ്റെ മറവിലായിരുന്നു പല നടപടികളും, പല നിയമവിരുദ്ധ നടപടികളും. പ്രത്യേകിച്ചും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ തെരഞ്ഞുപിടിക്കും,
അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകും. അതായത് ലക്ഷക്കണക്കിന് രൂപ ഈ അവയവം നൽകിയാൽ അവർക്ക് ലഭിക്കുമെന്ന രീതിയിലുള്ള വാഗ്ദാനം വിശ്വസിച്ച് ചതിക്കപ്പെട്ട നിരവധി ആളുകളുണ്ട്. ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോടൊപ്പം ഇയാളുടെ ഈ ഇടപാടുകൾ, ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകളാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സ്വീകർത്താക്കളുടെയും ദാതാക്കളുടെയും ഒരു ലിസ്റ്റ് നജീബിന്റെ ഡയറിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. നജീബിന്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ഡയറി ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ പരിശോധനകളും ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കമതി, അതായത് 25ഓളം സ്വീകർത്താക്കളെയും ദാതാക്കളെയും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ സ്വീകർത്താക്കൾ പോലും അതായത് അവയവ ദാനമല്ല, അവയവ കച്ചവടമാണ് നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അവർ പോലും പ്രതിപട്ടികയിലാകുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, വടക്കേക്കര സ്വദേശിനിയായ സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു പരാതിയുമായി രംഗത്ത് വരുമ്പോഴും അത് പരാതിക്ക് അല്ലെങ്കിൽ അവർക്ക് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നുള്ള, അല്ലെങ്കിൽ അവർ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് മാധ്യമങ്ങളെ പിന്നീട് അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് തന്നെ അവർ പ്രതിപട്ടികയിലാകുമെന്നുള്ള ഒരു വ്യക്തത അവർക്ക് വന്നതുകൊണ്ട് തന്നെയാണ്. അവരെ കൂടി പ്രതി ചേർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തത കൂടി വന്നതുകൊണ്ടാണ് ഇതിൽ അവയവ കച്ചവടം നടന്നിട്ടുള്ളത്. അവയവദാനത്തിന്റെ മറവിലാണ്. അവയവദാനം എന്ന് പറയുമ്പോൾ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വൻ തുക ഓഫർ ചെയ്ത ശേഷമാണ് ഈ നജീബും കൂട്ടരും, അതായത് 20 ലക്ഷം രൂപ ഓഫർ ചെയ്ത ശേഷം 9 ലക്ഷം രൂപയാണ് അവയവം ദാനം ചെയ്ത ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത്. ബാക്കി തുക ഈ സംഘം തട്ടിയെടുത്താണ് ഈ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇത് ചെറിയ ഒരു ശൃംഖലയല്ല എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തുന്നത്. ചെറിയ നെറ്റ്വർക്ക് അല്ല ഇതിന് പിന്നിലുള്ളത്. ഒരുപാട് ആളുകൾ ഇതിൽ ഇൻവോൾവ് ആണ്. ഒരുപാട് വീണ്ടും കണ്ടുപിടിക്കപ്പെടാനുള്ള ഒരുപാട് വ്യാജരേഖ ചമയ്ക്കൽ മാത്രമാണ് ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ മനുഷ്യക്കടത്തുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി പോലീസിനുള്ളത് കൊണ്ട് നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ മധു ജയകുമാറിന്റെ സ്ഥാപനം, ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയിരുന്ന മധു ജയകുമാറിന്റെ സ്ഥാപനം ഉൾപ്പെടെയുള്ള ആളുകൾ, ആ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇങ്ങോട്ട് മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലാണ് ഇത്തരം ആക്ടിവിറ്റീസ് നടത്തുന്നത്. അതുകൊണ്ട് ഈ നജീബിന്റെ കല്ലട്ര എന്ന് പറയുന്ന സ്ഥാപനവും അത്തരത്തിലുള്ള ഒരു ഇടപാടുകളാണ് നടത്തിയിരുന്നത് മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ. അതിൽ ആലുവയിൽ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ തുറക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നജീബ് കല്ലട്രയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കുന്നത്തനാട് പോലീസ് സ്റ്റേഷനിലാണ് നജീബ് കലക്ടർ ഇപ്പോൾ ഉള്ളത്. കുന്നത്തനാട് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കോലഞ്ചേരി കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കോടതിയിൽ അനുവദിക്കുന്ന അനുസരിച്ച് SITക്ക് കൂടി ഈ നജീബിന്റെ സഹോദരൻ, വിദേശത്തുള്ള സഹോദരനാണ് ഈ റാക്കറ്റിലെ പ്രധാനി എന്നാണല്ലോ പുറത്തു വന്ന ചില വിവരങ്ങൾ. ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ? ഇയാളെ കണ്ടെത്താൻ ഉള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? മാത്രമല്ല ഈ ഒരു വിദേശത്തുള്ള ഈ റാക്കറ്റുമായി ഇവർക്ക് കൃത്യമായ ബന്ധമുണ്ട്. അതായത് ഈ മനുഷ്യക്കടത്തൊക്കെ നടത്തണമെങ്കിൽ വലിയ രീതിയിൽ ഒരു വിദേശ ബന്ധം വേണം. ഇതിനു മുൻപ് നിരവധി പേര് അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ടോം, വിദേശ ബന്ധം കൂടി വ്യക്തമായിട്ടുണ്ട് എന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് മാത്രമല്ല, ടോം സൂചിപ്പിച്ചതുപോലെ നജീബിന്റെ സഹോദരന്റെയും വിദേശത്തുള്ള നജീബിന്റെ സഹോദരന്റെയും ആക്ടിവിറ്റീസും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും അതേ ചുറ്റിപ്പറ്റിയുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല. എന്തായാലും വിദേശ ബന്ധമുണ്ട് എന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ട് എന്നൊരു സംശയം കൂടി വന്നിട്ടുള്ളത്. ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയിരുന്ന സംഘത്തെ അധികം മുൻപാണ്, അധിക കാലതാമസമില്ലാതെ തന്നെയാണ് പിടികൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയും ഇത്തരത്തിലുള്ള ഈ മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളൊക്കെ അതിന്റെ ഒതന്റിസിറ്റി എന്താണ് എന്ന് പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ ചെറിയ സാമ്യതയില്ലായ്മ അല്ലെ പൊരുത്തക്കേടുകളിൽ നിന്നും മാത്രമാണ് ഇപ്പോൾ ഈ വ്യാജരേഖ ചമയ്ക്കലുമായിട്ടുള്ള വലിയ തട്ടിപ്പിലേക്ക് വെളിച്ചം വീശുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമുക്കറിയാം, നജീബിനെ പോലീസ് ഗാസിയാബാദിൽ
അതിൽ നിന്നും പിടികൂടിയ സാഹചര്യവും നമുക്കറിയാം. ഈ സംഭവം നടക്കുമ്പോൾ തന്നെ നജീബ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോകുന്നു. തുടർന്ന് അതിൽ നിന്നും കോൾ ലോഗ് പരിശോധിച്ച് അതിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് തന്നെയാണ്. അതായത് കൃത്യമായി തന്നെ ഇതിന് പോലീസിന് കൃത്യമായ ധാരണയുണ്ട്, ഏതൊക്കെ തരത്തിലേക്ക് പോകുന്നുണ്ട്, അന്വേഷണം ഏതൊക്കെ തരത്തിലേക്ക് പോകണമെന്ന് കൃത്യമായി ധാരണയോട് കൂടിയാണ് SIT മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃക്കാക്കര ACP വ്യക്തമാക്കുന്നതനുസരിച്ചിട്ട് വളരെ താമസിയാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സ്വകാര്യ ആശുപത്രിയുടെ ഡോക്ടർമാർക്ക് ഇതിൽ പങ്കുണ്ടോ, ആശുപത്രി അധികൃതർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കും. അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും വലിയൊരു ശൃംഖല, വലിയൊരു ഭയപ്പെടുത്തുന്ന നെറ്റ്വർക്ക് തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അത്തരം സ്ഥിരീകരണത്തിൽ തന്നെയാണ് പോലീസ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഈ നജീബുമായി കോൺടാക്ട് ചെയ്തിരിക്കുന്ന പല ആളുകളെയും പരിശോധിച്ചപ്പോഴും ഈ അവയവ കടത്തുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് ആണ് അത് വിരൽ ചൂണ്ടുന്നത് എന്നുള്ള വ്യക്തതയും വരുന്നുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. SIT ഭാഗത്തു നിന്നും കൂടുതൽ വ്യക്തതയുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട്. കാരണം 5 ദിവസമാണ് നജീബിനെ ചോദ്യം ചെയ്യാൻ കുന്നത്തനാട് പോലീസിന് നൽകിയിരിക്കുന്നത്. അതിനുശേഷം SITക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഇവിടെ റൂറലിലും അതുപോലെ സിറ്റിയിലും നജീബിനെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 വിങ്ങുകളും ഇവരെ നജീബിനെ ചോദ്യം ചെയ്യും. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായിട്ടും SIT രൂപീകൃതമായി കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി എത്ര ആളുകൾ ഇതിൻ്റെ ഇപ്പോൾ തന്നെ 25 ആളുകൾ, സ്വീകർത്താക്കളും ദാതാക്കളും ഉൾപ്പെടെ 25 ആളുകളുടെ ലിസ്റ്റാണ് പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനിയും ആളുകളുണ്ട്. അത് എറണാകുളം ജില്ലയിൽ മാത്രം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിനകത്താണ് ഇത്തരം ശസ്ത്രക്രിയകൾ നടക്കുന്നതെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തുടർന്ന് ദിവസങ്ങളിലൊക്കെ ആശുപത്രികൾക്ക് ബന്ധമുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഡോക്ടർമാർക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ടോ? വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും നജീബിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ അവയവക്കടത്തിന് പിന്നിൽ വിദേശ ബന്ധമുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.